നമസ്കാരം, ഞാൻ ഷിബു മടവൂർ. കാർഷിക ഗ്രാമത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നമ്മുടെ ഒരു പുതിയ തോട്ടം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇടവിളയായിട്ട് ചീരയും പാവലും, അതായത് പാവല് ഞാൻ ഇവിടെ നട്ടിരിക്കുകയാണ്. ഓൾറെഡി പാവലിന്റെ തൈ നട്ടു. അതിനുശേഷം ഇതിൽ ഞാൻ ചീര ഇടാൻ പോവുകയാണ്. അപ്പം ഇത് രണ്ടും കൂടെ ഇടവിളയായിട്ട് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ ഞാനിവിടെ കുഴിയെടുത്തു. 15 ദിവസത്തിന് മുന്നേ കുഴിയെടുത്തു, കുമ്മായം ഇട്ടിരുന്നു. അതിനുശേഷം കോഴിവളം ഇട്ടു, വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി എല്ലാം ഇട്ടതിന് ശേഷം ഞാൻ തൈ നട്ടു. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി ചീര വെട്ടുന്നത് വരെ ഇതിൻ്റെ ഉള്ളിൽ കയറാനോ മറ്റ് ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റിൽ നമ്മൾ പാവൽ നടുമ്പോൾ നല്ല രീതിയിൽ അടിവളം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആദ്യമേ നല്ല കോഴിവളം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 100 ഗ്രാമിനടുത്ത് എല്ലുപൊടിയും 100 ഗ്രാമിനടുത്ത് വേപ്പൻ പിണ്ണാക്കും കൊടുത്തു. അതുപോലെ തന്നെ ഏകദേശം ഒരു 50 ഗ്രാം രാജ്ഫോസ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അടിവളമായിട്ട് ഞാൻ കൊടുത്തിട്ടാണ് ഞാൻ തൈ 4 ഇല പാകമായ പാവൽ തൈ നട്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വല്ല സ്ലറിയോ മറ്റോ നമുക്ക് ചീരയ്ക്ക് ഒഴിക്കുന്ന കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചീര നടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കളച്ച് വൃത്തിയാക്കി റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ആ ഒരു 3 പണയിൽ ഞാൻ ഇന്നലെ ചീര ഇട്ടിരുന്നു, പാവിയിരുന്നു. അപ്പോൾ ഇന്ന് ഈ പണയിൽ ഞാൻ അടുത്ത ചീര പാവാൻ പോകുന്നതിൻ്റെ ഇതാണ് നമുക്ക് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പാവലിന്റെ തൈ നമ്മൾ നട്ട് ഇപ്പം ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ തൈ നട്ടിട്ട് തൈക്ക് പടന്ന് കയറി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പും ഓൾറെഡി ഇവിടെ ഊന്നി കൊടുത്തിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ പാവൽ ചെയ്തിരുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് നേരത്തെ ഇട്ട പന്തലൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇനി പാവലിൽ പടന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മളിവിടെ ചീര വിതച്ച് വിളവെടുക്കുന്നത് വരെ നമ്മൾ പാവലിനെ ശ്രദ്ധിക്കേണ്ട കാര്യമേ വരുന്നില്ല. വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 25 ദിവസം 28 ദിവസം കഴിയുമ്പോൾ വെട്ടത്തക്ക രീതിയിലുള്ള ചെമ്പട്ട് ചീരയാണ് ഞാനിപ്പോൾ ഇവിടെ കൃഷി ചെയ്യാൻ പോകുന്നത്. അപ്പം ബ്ലാത്താങ്കര പോലുള്ള ചീര നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 35 ദിവസമൊക്കെ നമുക്ക് വരും. അപ്പം അത്രയും നാൾ നമുക്ക് പാവലിനെ സംരക്ഷിക്കാതിരുന്നാൽ ചിലപ്പോൾ അത് മറ്റ് ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ പച്ചച്ചീര അല്ലെങ്കിൽ ബ്ലാത്താങ്കര ഈ ചെമ്പട്ട് പോലുള്ള മൂപ്പ് കുറഞ്ഞ ചീരകൾ കൃഷി ചെയ്യുന്നതായിരിക്കും വളരെ ഉത്തമം. അപ്പോൾ നമുക്കിനി ഇവിടെ അടുത്ത ചീര വിതയ്ക്കാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ചീര വിതയ്ക്കുന്ന സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചീരയും മണലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഇനി ചീര വിതയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ള പോലെ ചീര വിതയ്ക്കുന്ന സിസ്റ്റമാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ചീരയുടെ വിത്ത് വരത്തക്ക രീതിയിൽ നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്താണ് ചീര വിതയ്ക്കുന്നത്. ഇങ്ങനെ വിതക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ചീരയുടെ വിത്ത് എല്ലാ സ്ഥലത്തും എത്തും. നമ്മൾ നെല്ലൊക്കെ വിതയ്ക്കുന്ന പോലെ തന്നെ വിത്ത് വിതയ്ക്കുമ്പോൾ നമ്മൾ പാവലിൻ്റെ മൂട്ടിൽ ചീര വിത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പാവലിൻ്റെ മൂട്ടിൽ വരാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ ചീരയുടെ വിത്ത് നട്ട് പാകി കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിലെല്ലാം കളയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡ് മാറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ വെള്ളം നനച്ചു കൊടുക്കണം. ഈ ചീരയുടെ വിത്ത് മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ വെള്ളം നനച്ചു കൊടുത്താൽ മാത്രം മതി. ഈ ചീര ഒരു 4 ദിവസം കഴിയുമ്പോൾ ചീര പൊടിച്ചു കയറും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും മാക്സിമം 2 നേരം വെള്ളം ഒഴിക്കാൻ നോക്കുക. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കണ്ട പാവലിന് വെള്ളം ഒഴിക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇനി കയറുകയേ വേണ്ട. നല്ലതുപോലെ നനയത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല രീതിയിൽ നമുക്ക് വരുമാനം ലഭിക്കുന്ന ഒരു കൃഷി രീതിയാണ് ഈ ഇടവിള കൃഷി. പാവലും അതുപോലെ ചീരയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കൃഷി രീതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോകളെല്ലാം നമുക്ക് പിന്നാലെ നമുക്ക് വീഡിയോ ഇടാം. അപ്പോൾ നമ്മുടെ ഈ കൃഷി രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.